അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ബഹുമാനവും സ്നേഹാദരവും നിറഞ്ഞ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മഹാനായ നമ്മുടെ ശൈഖും മുർഷിദുമായ മർഹൂം താജുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ 12ാമത്തെ ഉറൂസിൻ്റെ ഉദ്ഘാടന സദസ്സിലാണ് നമ്മളുള്ളത്. ബഹുമാനപ്പെട്ട പട്ടൂമ സാധവറുകളും ചുള്ളിക്കോട് സാധൊക്കെ നമ്മെ ഉണർത്തി മഹാനായ താജുൽ ഉലമ 94 വയസ്സ് ഇവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് വളരെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മെ പഠിപ്പിക്കുകയും എന്നിട്ട് സാധുക്കളായ നമ്മളെ കാണിച്ച് ഇവരൊക്കെ ഞാൻ പഠിപ്പിച്ച വഴിയിലാണ്, ഇവർക്ക് ഞാൻ റൂട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്, ആ റൂട്ടിൽ നിന്ന് വഴിയിൽ നിന്ന് ഇവർ വ്യതിചലിക്കൂല എന്ന് ഞങ്ങളെ ഇരുത്തി വലിയ സദസ്സുകളിൽ ബഹുമാനപ്പെട്ടവർ ഒരിക്കൽ പറഞ്ഞു. അതാണ് നമുക്ക് സമാധാനമുള്ളൊരു വാക്ക്. അല്ലാഹു തആല ആ നിലക്ക് അവര് നമ്മളെ നിയന്ത്രിച്ച് ഹയാത്ത് കാലത്ത് ആ നിലക്ക് ജനങ്ങളോട് ഇവർ ഞാൻ കാണിച്ച റൂട്ടിൽ തന്നെ നിന്ന് നിങ്ങളെ നയിക്കും, ഞാനിനി കുറെ ഉണ്ടാവൂല, കുറച്ചു കഴിഞ്ഞാൽ ഞാൻ പോകും, നിങ്ങൾ ബേജാറാവണ്ട, ഞാൻ പഠിപ്പിച്ച റൂട്ടിലുള്ള കുറെ ആളുകൾ എനിക്കുണ്ട്, അവരെ ജീവിതകാലത്ത് ഞാൻ നിയന്ത്രിച്ചതുപോലെ മരണശേഷവും ഞാൻ അവരെ നിയന്ത്രിക്കും എന്ന് മഹാനവറുകൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട സി അബ്ദുൽ മുസ്ലിയാർ മർഹൂം അല്ലാഹു ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ, അവരും ഞങ്ങളൊക്കെ ഇരിക്കുന്ന സദസ്സിൽ അത് പറഞ്ഞു. ഞങ്ങളത് കേട്ട് കുറെ സമയം കരഞ്ഞുപോയി. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും സമാധാനമുള്ളത് ബഹുമാനപ്പെട്ടവർ അവരെ ജീവിതകാലത്ത് നമ്മളെ നിയന്ത്രിച്ചു. ഒരിക്കൽ എന്നോട് പറഞ്ഞു, വളരെ കടുപ്പത്തിൽ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണമെങ്കിൽ എന്നോട് ചോദിക്കണം, എന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്യാൻ പാടില്ല. നമുക്കൊരു വാഹനം, ഒരു വണ്ടി എടുക്കണമെങ്കിലും വീട് എടുക്കണമെങ്കിൽ എന്നോട് ചോദിക്കണം. അങ്ങനെ പറഞ്ഞു. എന്തോന്ന് അറിയില്ല. ഓ ഞാൻ അങ്ങനെ ചെയ്യും, എന്തും ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കൽ ഞാൻ നിൽക്കുന്ന KC റോഡ്, അവിടെ ദർസ് 1 വർഷം കൊണ്ട് തുടങ്ങാതിരിക്കുമ്പോൾ ഞാൻ അവർക്ക് കമ്മിറ്റിക്ക് കത്ത് കൊടുത്തു, ഞാൻ ഇവിടുന്ന് രാജിവെച്ചു പോകണം. എന്തോ അത് ബഹുമാനപ്പെട്ടവർ അറിഞ്ഞു. പിറ്റേന്നാൾ എന്നെ വിളിപ്പിച്ചു. നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞു? അനങ്ങണമെങ്കിൽ എന്നോട് ചോദിക്കണമെന്നില്ലേ? നിങ്ങൾ അവിടെ കത്ത് കൊടുത്തില്ലേ? നിങ്ങളെ കത്ത് ഇപ്പൊ പോയി തിരിച്ചു പോകാം. ഞാൻ റമദാൻ കഴിഞ്ഞ് അവിടെ ദർസ് തുടങ്ങി തരൂലേ? നിങ്ങൾ ആരാ കത്ത് കൊടുക്കാൻ? നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഞാൻ പേടിച്ച് മൂത്രമൊഴിച്ചില്ല. ഞാൻ പോയി ജമാഅത്ത് കമ്മിറ്റിയോട് കത്ത് തിരിച്ചു വാങ്ങി. ആ ഷഅബാനിൽ അവിടുത്തെ ജനറൽ ബോഡിയിൽ ദർസ് ഇപ്രാവശ്യം തുടങ്ങുന്നില്ല എന്ന് തീരുമാനിച്ച തീരുമാനം മഹാനായ താജുൽ ഉലമന്റെ നാവിന്ന് വന്ന വാക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു, അവിടെ ജനറൽ ബോഡി പാസ്സാക്കിയിട്ടുണ്ട് ഈ പ്രാവശ്യം. എന്ത് ജനറൽ ബോഡി? നിങ്ങളൊരു മൊയ്ലാനില്ലേ? ജനറൽ ബോഡിയാ ദർസ് പാസ്സാക്കണത്? അല്ലല്ലേ ദർസ് പാസ്സാക്കണത്? ഞാൻ റമദാൻ തുടങ്ങിത്തരും, അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു. റമദാൻ കഴിഞ്ഞ ഉടനെ മീറ്റിംഗ് കൂടുന്നു, ദർസ് പാസ്. അതാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ. അല്ലാഹു അവരെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുത്തി അവർ കാണിച്ച റൂട്ടിൽ നിന്ന് നമുക്ക് ജീവിച്ച് മരിച്ച് അവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.